പ്രിയപ്പെട്ടവരെ, നമുക്കിത് ഇന്ന് ബജറ്റ് ദിവസമാണല്ലോ. അപ്പോൾ നമുക്ക് ആദ്യം ബജറ്റ് വിശേഷങ്ങളിലേക്ക് പോയാലോ. ബജറ്റിൽ കണ്ണുനട്ട് രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാനത്തെ ബജറ്റാണ് ഇന്ന് ധനമന്ത്രി KN ബാലഗോപാൽ രാവിലെ 9 മണിക്ക് നിയമസഭയിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കെ തന്നെ ജനപ്രിയ പ്രഖ്യാപനങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷയുണ്ട്. നിയമസഭയ്ക്ക് മുന്നിൽ നിന്ന് നമ്മുടെ അർജുൻ തത്സമയം നമുക്കിപ്പോൾ ചേർന്നുണ്ട്. അർജുൻ, ഗുഡ് മോർണിംഗ്. കുന്നോളം പ്രതീക്ഷകളാണ്. ജനപ്രിയ ബജറ്റ് ആയിരിക്കുമെന്ന് ധനമന്ത്രി പറയുകയും ചെയ്തു. അപ്പോൾ എങ്ങനെയാണ് ഈ അവസാന നിമിഷം അർജുൻ? സേതു, ഗുഡ് മോർണിംഗ്. രണ്ടാം പിണറായി സർക്കാരിൻ്റെ അവസാനത്തെ ബജറ്റ് അത് ജനകീയമായിരിക്കും, ജനക്ഷേമമായിരിക്കും എന്നുള്ളത് ഇതിനോടകം തന്നെ ധനമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതൊക്കെ മേഖലകൾ തൊട്ട് ഈ പ്രഖ്യാപനങ്ങൾ, നിർണായകമായിട്ടുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് ആകാംക്ഷ. ക്ഷേമ പെൻഷൻ കൂട്ടുമോ എന്നുള്ളതാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. 2000 രൂപയാണ് നിലവിൽ ക്ഷേമ പെൻഷൻ നൽകുന്നത്. 2500 ആക്കും എന്നതായിരുന്നു ഈ സർക്കാരിൻ്റെ വാഗ്ദാനം. അതിലേക്ക് എത്തുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. 2500ലേക്ക് എത്തുന്നില്ല എങ്കിൽ കൂടിയും ചെറിയൊരു വർധനവ് ഇത്തവണ ഉണ്ടാകാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. കഴിഞ്ഞ ഒക്ടോബറിലാണ് 1600 രൂപയുണ്ടായിരുന്നത് 2000 രൂപയിലേക്ക് എത്തിയത്. അതിൽ ഇനിയും ഒരു വർധനവ് ഉണ്ടാകാനുള്ളൊരു സാധ്യത എന്തായാലും നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം മറ്റെന്തൊക്കെ ക്ഷേമ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് അറിയേണ്ടത്. സ്ത്രീ സുരക്ഷാ പദ്ധതി ഇതിനോടകം തന്നെ സർക്കാർ ആരംഭിച്ചു. 1000 രൂപ സ്ത്രീകൾക്ക് നൽകുന്ന പദ്ധതി, അതിലും ചെറിയൊരു വർധനവിനുള്ള സാധ്യതയുണ്ട്. കണക്ട് ടു വർക്ക് എന്നത് തൊഴിൽ തേടുന്ന യുവാക്കൾക്കുള്ള സ്കോളർഷിപ്പാണ്. ആ തുക വർദ്ധിപ്പിക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ ക്ഷേമപരമായിട്ടുള്ള മേഖലകളിൽ സ്പർശിക്കുന്ന ബജറ്റായിരിക്കുമെന്ന് ഇതിനോടകം തന്നെ ധനമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. മറ്റൊന്ന്, സാമ്പത്തികമായി സംസ്ഥാനത്തിന് വളർച്ച കൈവരിക്കേണ്ട സാഹചര്യമുണ്ട്. ആഭ്യന്തര ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും. കാർഷിക വ്യാവസായിക മേഖലകളും മത്സ്യമേഖലകളും ഒക്കെ വളർച്ചയുടെ പാതയിലാണെന്ന് ഇന്നലത്തെ സാമ്പത്തിക അവലോകന റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു. ഈ മത്സ്യമേഖലയൊക്കെ നെഗറ്റീവ് വളർച്ചയിൽ നിന്ന് വലിയ ഉയർച്ചയിലേക്ക്, വലിയ വളർച്ചയുടെ പാതയിലേക്കൊക്കെ എത്തിയിട്ടുണ്ട്. സ്വാഭാവികമായും ആ മേഖലകളിലൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലേക്ക് പ്രഖ്യാപനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത്, സർക്കാർ ജീവനക്കാർക്ക് പങ്കാളിത്ത പെൻഷൻ പദ്ധതിയാണ് നിലവിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ആ പദ്ധതിയിൽ നിന്നുള്ളൊരു പിന്മാറ്റത്തിന് ഇന്നത്തെ ബജറ്റിൽ സാധ്യതയുണ്ട്. അഷ്വേർഡ് പെൻഷൻ പദ്ധതിയിലേക്ക് സംസ്ഥാന സർക്കാർ പോകാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ പ്രഖ്യാപനവും ഇന്നത്തെ ബജറ്റിൽ ഇടം പിടിച്ചിരിക്കും. നമുക്കറിയാം, ഇന്നലെ ചില നിർണായകമായിട്ടുള്ള പ്രഖ്യാപനങ്ങൾ ബജറ്റിന് മുൻപേ തന്നെ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചു. അതിൽ ഏറ്റവും ശ്രദ്ധേയമായത് കന്യാസ്ത്രീകൾക്ക് പെൻഷൻ നൽകാനുള്ള പദ്ധതിയാണ്. കോൺവെന്റുകളിലും ആശ്രമങ്ങളിലും മഠങ്ങളിലും ഒക്കെയുള്ള ആളുകൾക്ക് പെൻഷൻ നൽകാനുള്ള ഒരു നിർണായകമായിട്ടുള്ള പ്രഖ്യാപനത്തിലേക്ക് സർക്കാർ കടന്നു. വയനാട്ടിലെ ദുരന്തബാധിതരുടെ ഒരു ജനപ്രിയ ബജറ്റ് തന്നെ ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കുക. അർജുനിലേക്ക് ഞാൻ അടുത്ത മണിക്കൂറിൽ ഡീറ്റെയിൽ ആയിട്ട് വരാം. അർജുൻ.